ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വെളിയിലോട്ട് കാണാനില്ലല്ലോ അവിടെ. എടാ നീ ഒറ്റയ്ക്ക് തന്നെയല്ലേ അല്ലേ അവന്മാരൊന്നും ഇല്ലല്ലോ. ഓൾവിയൊക്കെ ഉള്ളത് തന്നെ. നീ വീട്ടിനകത്ത് കയറിയിരിക്കാതെ ഇങ്ങോട്ട് വെളിയിലിറങ്ങി. എടാ നീ ഒറ്റ കൊടുക്കൽ കളിയാ, എന്റെ മുടി പോണ കേസാണ്. ഞാൻ അങ്ങനെ ചെയ്യുക കളിയാ. നീ വാ നമുക്ക് ബോസിലോട്ടിരിക്കാം. 100 സീറ്റിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ നിനക്കൊക്കെ എന്തിനായിരുന്നു? 3.1 ജോഡിങ് അല്ലേ? വനവാസനോ റെഡി ആവാനല്ലേ? ഇപ്പം എന്തിനായി വീട്ടിൽ ഇരിക്കേണ്ട ഗതി ഒന്നില്ലേ? എടാ തോറ്റത് പാർട്ടിയല്ല ജനങ്ങളാണ്, അത് പിന്നെ മനസ്സിലായിക്കോളും. നമ്മളെ പെൻഷനും മാറ്റി നക്കിയിട്ട് മാറ്റി കുത്തിയില്ലേ തെണ്ടികൾ. ചെളിക്കൊണ്ടി മാത്രം ഇവര് നല്ല പറയാം. നമ്മളെ പിടിച്ച് 3 സീറ്റ്. അതിലൊരെണ്ണം നമ്മൾ പൂട്ടി വെച്ചതായിരുന്നു. ഒരു പൂട്ടല്ല 2 പൂട്ടിട്ട് പൂട്ടിയത്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നമുക്ക് എന്തൊരു 0 നമ്മൾ 3-ലെത്തി. നിങ്ങൾക്ക് എന്തോ പറ്റിയത്? 100-ന് 35 എങ്ങനെ പോയത് അത്? എങ്ങനെ പോകാതിരിക്കും? സ്വർണം കട്ടോണ്ട് മാലേക്കനായിരുന്നു. അതൊക്കെ പോട്ട് നിങ്ങളെ മുഖ്യമന്ത്രിയായി. അതൊക്കെ മുകളിൽ നിന്ന് പാർട്ടി തീരുമാനിച്ചോളൂ. അതങ്ങനെ വർഷം ഓരോരുത്തർ ഇറക്കുമോ നിങ്ങൾ? അല്ലല്ല 3 ഷിഫ്റ്റ്, രാവിലെ ഒരാൾ, ഉച്ചയ്ക്ക് ഒരാൾ, വൈകിട്ട് ഒരാൾ. 10 വർഷം കൊണ്ട് കടിച്ചു തൂങ്ങി കിടക്കയില്ലേ? ഇറങ്ങി മാറിക്കൂടെ, പുതിയ ആൾക്കാർ വരികിട്ട്. അല്ല ഇനി നിങ്ങൾ ബസ്സിൽ ഫ്രീ ആയിട്ട് വിടുമെന്ന് പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ എപ്പോൾ എന്ത് ചെയ്യും നിങ്ങളത്? അതൊന്നും നടത്തി തന്നാൽ മതി. ആ സൗജന്യം എത്ര നീയൊക്കെ നടത്തി താ സമ്മതിച്ചേ. നീ ഇലക്ഷന് മുമ്പ് എന്തോന്ന് പറഞ്ഞിരുന്നത്? 3.0 ലോഡിങ് ഇല്ലെങ്കിൽ തലമുടി മുട്ടയടിക്കുന്നില്ലേ? എപ്പോൾ പറഞ്ഞു? പോസ്റ്ററൊട്ടിച്ചൊക്കെ കഴിഞ്ഞ എടേ ഒട്ടിച്ചാലില്ലെങ്കിൽ 3-ാം പ്രാവശ്യവും നമ്മളതിന് അധികാരത്തിൽ വരും. പിന്നെ നോക്കിയിരുന്നാ മതി. തെക്കോട്ട് നോക്കിയിരുന്നു. അത് നീ നോക്കിയിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിലേ വന്നില്ലെങ്കിൽ ഞാൻ ഈ തല ഞാൻ മുട്ടയടിക്കും. ഈ തല വാക്ക് ഇല്ലേ? 4-ാം തീയതി റിസൾട്ട് കഴിയുമ്പോ ഇവന്റെ തല നമ്മളെ മുട്ടയടിക്കും. ഞാൻ കൊണ്ടുവരും. ആരെപ്പോ പറഞ്ഞു? വിജയം സന്തോഷം. You will get away, will think again, my little